പരിശുദ്ധ അമ്മയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിൽ വിശുദ്ധ മർത്തായുടെ സ്വർഗീയ മധ്യസ്ഥതയിൽ മർത്താ സന്യാസിനി സമൂഹം 79ാം സ്ഥാപന ദിനം തികഞ്ഞ ആത്മീയ സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും അനുസ്മരിക്കുന്നു. 78 വർഷങ്ങൾക്ക് മുൻപ് ദൈവിക ദർശനത്തിൻ്റെ വലിയൊരു തീപ്പൊരി ഹൃദയത്തിൽ പേറി പെരിയ ബഹുമാനപ്പെട്ട ജോൺ കിഴക്കൂടനച്ചൻ വിതച്ച സ്നേഹ ശുശ്രൂഷയുടെ വിത്ത് ഇന്ന് ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് ശാഖോപശാഖകളായി വളർന്നു നിൽക്കുന്ന വിസ്മയത്തിനു മുന്നിൽ മർത്താ സന്യാസിനി സമൂഹം കൂപ്പുകരങ്ങളോടെ ഭൗതികമായ സമ്പത്തോ സാമ്പത്തിക ഭദ്രതയോ ഭൗതിക സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ കൈവശമുണ്ടായിരുന്ന അചഞ്ചലമായ ദൈവവിശ്വാസവും ദൈവപരിപാലനയിലുള്ള അപാരമായ ആശ്രയത്വവും അടിയുറച്ച പ്രാർത്ഥനയും കൈമുതലാക്കി 12 വിശുദ്ധ സഹോദരിമാരെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ആത്മീയ യാത്രയായിരുന്നു മർത്താ സന്യാസിനി സമൂഹം. സ്വയം ഇല്ലാതായിക്കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകി വെല്ലുവിളികളെ പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ട് നേരിട്ട ആദ്യകാല സഹോദരിമാരുടെ തപോജീവിതം. അധികം ആരും ശ്രദ്ധിക്കാതെ കടന്നുപോയ ഒരു കൊച്ചുവിത്ത് ഇന്ന് ദൈവകൃപയുടെ ജീവജലം കുടിച്ച് വളർന്ന് പന്തലിച്ച് 2 പ്രൊവിൻസുകളായി വിഭജിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അപ്പസ്തോലിക ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നു. രോഗികളുടെ മുറിവുകൾ ഉണക്കുന്ന കാരുണ്യത്തിൻ്റെ കരങ്ങളായി, അനാഥരുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന മാതൃഹൃദയങ്ങളായി, അജ്ഞതയുടെ ഇരുളിൽ കഴിയുന്നവർക്ക് വിദ്യയുടെ വെളിച്ചം പകരുന്ന ഗുരു സാന്നിധ്യങ്ങളായി മർത്താ സഹോദരിമാർ ഇടവകകളിലും സാമൂഹിക സേവന രംഗങ്ങളിലും ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തുന്ന സമർപ്പിതരായി ഇന്ന് ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ സ്നേഹം ശുശ്രൂഷിക്കുന്നു എന്ന മാതൃകാപരമായ ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ഈ 79ാം വാർഷികത്തിൽ സ്ഥാപക പിതാവിൻ്റെ ആത്മാവിനും സഭയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്താൻ വിയർപ്പും ജീവനും നൽകി ദൈവസന്നിധിയിലേക്ക് യാത്രയായ എല്ലാ ആദ്യകാല അമ്മമാരുടെ ആത്മാക്കൾക്കും സ്നേഹപ്രണാമം അർപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മത്യാഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ചുവടുകൾ വയ്ക്കുന്നു.